ഹലോ, സ്റ്റെപ്സ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതാണ് എൽന ജോസുവിൻ്റെ കസിനാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ബേബി ഷവർ കൂടാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ 7-ാം മാസം 9-ാം മാസം ആകുമ്പോൾ ഓരോ ചടങ്ങുകൾ ഉണ്ടാകുമല്ലോ, അതേപോലെ തന്നെയാണ് ഇവിടെ ആ ഒരു ചടങ്ങിനെ ഒന്നാക്കി എടുക്കുന്നതാണ് ബേബി ഷവർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫോറിനേഴ്സിൻ്റെ ഒക്കെ ഒരു പരിപാടി. അപ്പോൾ പോകുന്ന വഴിയിൽ ദേ ഒരാൾ സൈക്കിൾ ഓടിച്ചു പോകണമെങ്കിൽ ഒരു പ്രത്യേകതരം സൈക്കിളിൽ അത് കണ്ടപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാൻ തോന്നി. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കേക്ക് വാങ്ങിക്കാനാണ്. ഇതൊരു അടിപൊളി കേക്കിൻ്റെയും കുക്കീസ് പേസ്ട്രീസിൻ്റെയൊക്കെ അടിപൊളി സ്ഥലമാട്ടോ, പാരീസ് പാക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ. ഞാനിവിടെ നിന്ന് ഒരു 2-3 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഇവിടെയാണ് അവർ ഓർഡർ ചെയ്തേക്കണേ. നമ്മളിവിടെ നിന്ന് വാങ്ങി പോകുന്നു. നമുക്കവർ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും, കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ. അപ്പോൾ അത് ക്ലിയർ ആയിട്ടാണ് നമുക്ക് തരണേന്ന് കാണിക്കാൻ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിക്കുന്നില്ല കേട്ടോ, അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി ഹോട്ടലിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് സഞ്ജീവ് കപൂർ ഷെഫിനെ അറിയോ? എന്താ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ അവരുടെ ഒരു ഹോട്ടലാണ് ഇവിടെ ഉള്ളത്. അവിടുത്തെ ഒരു ഹാളിലാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. നമ്മളല്ല, അവർ നടത്തുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഒരാളിരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനത് നോക്കി നിന്നപ്പോൾ അവനൊരു പെന്നൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ താരം ഡോണ. ആള് 7 മന്ത് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു പ്രഗ്നൻസി ടൈമിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ബേബി ഷവർ. അപ്പോൾ ഞാൻ ശരിക്കും ഇത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ വീട്ടുകാർക്കൊക്കെ കാണാമല്ലോ, നീ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ആളുടെ ഹസ്ബൻഡ് റോണി. അപ്പോൾ ഞാനും എൽനയും കേക്കൊക്കെ എടുത്ത് വെച്ച് കുറച്ച് കപ്പ് കേക്ക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സൈഡിൽ വെച്ച് നല്ല സ്റ്റൈലാക്കി, നല്ല ഭംഗിയില്ലേ കേക്ക് കാണാൻ. അപ്പോൾ നമ്മളെല്ലാവരെയും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കണമെന്ന് മാത്രം കുറേ ഗെയിംസ് ഞാൻ പ്ലാൻ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ 3 പേരും ഡോണയുടെ ഫസ്റ്റ് കസിൻസ് ആട്ടോ. അപ്പോൾ നല്ല കമ്പനിയായിരുന്നു. അവരൊക്കെ ആയിട്ട് കുറേ സംസാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. സോ അങ്ങനെ ഞങ്ങൾ കുറേ ഗെയിംസൊക്കെ കളിച്ച് ഫുഡൊക്കെ കഴിച്ച് പുറത്ത് അവർ ഡ്രിങ്ക്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എൽനയുടെ സിസ്റ്റർ എൻഷ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പുറത്ത് ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ 3 പേര് ഡോണയുടെ ഫസ്റ്റ് കസിൻസാണ് കേട്ടോ, സാൻഡ്ര, ശ്വേത ആൻഡ് സാറ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് കുറച്ച് ഗെയിംസ് കാണാം. ഇതൊരു ഡൈപ്പർ ഗെയിമാണ്. നമ്മൾ ഡൈപ്പറിൻ്റെ ഉള്ളിൽ പലതരം ചോക്ലേറ്റ്സ് ഇങ്ങനെ സ്മാഷ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് അത് നോക്കിയിട്ട് നമ്മൾ സ്മെല്ല് ചെയ്തിട്ടും നമുക്ക് പറയണം ഇത് ഏത് ചോക്ലേറ്റാണെന്ന്. അതായിരുന്നു ഈ ഒരു ഗെയിം. Man, everything looks the same to me. You know, you shouldn't do that with a real knife, okay? Happy baby shark! വന്നവരിൽ പലവർക്കും വേറെ ഫങ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പോകേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് നമ്മൾ ഗെയിംസൊക്കെ പിന്നെ ലേറ്ററാക്കി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിരിയാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വേഗം ഫുഡിങ്ങിലേക്ക് കിടന്നു കേട്ടോ എല്ലാവരും. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ്സൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ. ഇവരൊക്കെ കസിൻസാണ്, പക്ഷേ ഇവരൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ബിക്കോസ് എല്ലാവരും US-ലൊക്കെയാണ്. ലാസ്റ്റ് ഒരു ഗെയിം കൂടി നമ്മൾ ചെയ്തു. നമ്മുടെ പാലിങ്കുപ്പി ഉണ്ടല്ലോ, അതിൽ നമ്മൾ ജ്യൂസൊക്കെ നിറച്ച് ആരാദ്യം കുടിച്ച് തീർക്കുന്നു അവർക്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അടിച്ചത് ഒരു മലയാളി തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഡോണയുടെ ബേബി ഷവർ കാണാൻ പറ്റാത്ത പലവരും നാട്ടിലും പലയിടങ്ങളിലും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത് ഡോണയുടെ. കാരണം നാളെ ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രിപ്പിൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് വന്നിരുന്നതായിരിക്കും. ബൈ.